ഹലോ ഗൈസ്, വെൽക്കം ടു സ്മാർട്ട് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, പിന്നെ അങ്ങോട്ട് വാ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഒരുമിച്ചാണ് ഗൈസ്. ഒരൊറ്റ വീഡിയോയിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇങ്ങോട്ട് വാ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ വേറെ എന്തോന്നുണ്ട് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഉണ്ട്. ഒരൊറ്റ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ മര്യാദയ്ക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം ഗൈസ്. ഇങ്ങോട്ട് വന്നാട്ടെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഗൈസ്. ഇവിടെ നോക്കിക്കേ, 3 റെസിസ്റ്റേഴ്സ് R1 R2 R3 എന്തോന്നൊക്കെ R1 R2 R3 ഇരിപ്പുണ്ട്. ഇവർ ഏത് കോമ്പിനേഷനിലാണ് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? നിങ്ങൾക്ക് ഒരു പിടുത്തം ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ കേൾക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടെ. R1 R2 R3 പാരീസ് സീരീസ് കോമ്പിനേഷനിലാണോ പാരലൽ കോമ്പിനേഷനിലാണോ തിരിച്ചറിയാൻ വേണ്ടി ഒരു അടിപൊളി കാര്യമുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, നോഡൽ അനാലിസിസ്. നോഡൽ അനാലിസിസ്. ഓക്കെ, അതായത് ഈ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് നോഡ്, വേറൊന്നുമില്ല. നോഡ്. ആ നോഡിന് ഞാൻ സ്മോൾ ലെറ്റർ എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോഡിൽ നിന്ന്, ഈ ജംഗ്ഷനിൽ നിന്ന് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വയർ ദോണ്ട പോയിട്ട് അത് അവസാനിക്കുന്ന ഈ ജംഗ്ഷനെയും ഞാൻ സ്മോൾ ലെറ്റർ എ എന്ന് വിളിക്കും. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ബ്ലാക്ക് വയറിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലടേ. അതുകൊണ്ടാണ് ഞാൻ ആ എൻഡിനെയും സ്മോൾ ലെറ്റർ എ എന്ന് വിളിച്ചത്, ബി എന്ന് വിളിക്കുന്നത് ഒരേ പേര് കൊടുക്കണം. ഓക്കെ, ഇനി അതേപോലെ ബി എന്ന് പറയുന്ന ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ആദ്യത്തെ ജംഗ്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. അതിനെ ഇനി സ്മോൾ ലെറ്റർ എ എന്ന് വിളിക്കാൻ പറ്റൂല. കാര്യം എയിൽ നിന്നും ഏതോ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്റർ ബി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ആ ബി എന്ന് പറയുന്ന നോഡിൽ നിന്ന് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വയർ ദാണ്ട വന്ന് ദാണ്ട ഇവിടെ തീരെയാണ്. ഈ നോഡിനെയും ഞാൻ സ്മോൾ ലെറ്റർ ബി എന്ന് വിളിക്കും. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ബ്ലാക്ക് കളർ വയറിലും ഒരു റെസിസ്റ്റൻസും ഇല്ല. അതാണ് കാര്യം. ഓക്കെ അല്ലേ ഗൈസ്? അതാണ് ഇത്രയും നോഡൽ അനാലിസിസിലെ ആദ്യത്തെ കാര്യം. എല്ലാ ജംഗ്ഷനുകൾക്കും എല്ലാ നോഡുകൾക്കും പേരിട്ടോ എ ബി. യെസ്, പേരിട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഇതിനെ നമുക്കറിയാൻ പറ്റുന്ന സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലേക്ക് ഒന്ന് മാറ്റാൻ പോവാണ്. എല്ലാവരും ഇവിടെ നോക്കിക്കോ. എ എന്ന് പറയുന്ന ഈ പോയിന്റ് ആയിരിക്കും ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യും. എന്തായാലും എ വേണോടെ. എ എടുത്ത് വെച്ച് ആ ക്യാപിറ്റൽ ലെറ്റർ എയിൽ നിന്ന് ദാണ്ടെ പോകുന്നു സ്മോൾ ലെറ്റർ എയിലേക്ക്. സ്മോൾ ലെറ്റർ എയിലേക്ക് കഴിഞ്ഞില്ല. അപ്പുറത്തെ സൈഡിൽ ബി വേണോടെ. ബി ഇതാണ് ബാറ്ററിയിലോട്ട് പോണത് കേട്ടോ. അതുകൊണ്ട് അവിടെ ബി വേണം. ആ ബിയിൽ നിന്നും ദാണ്ടെ കണക്ഷൻ പോകുന്നു സ്മോൾ ലെറ്റർ ബിയിലേക്ക്. ദാണ്ടെ സ്മോൾ ലെറ്റർ ബി. ഇതാണ് നോഡുകൾ കേസ്. വേറെ വല്ല നോഡ് കൊണ്ടാണ് എ ബി. ഓക്കെ, എയും ബിയും എന്നുള്ള പേരുള്ളൂ. അപ്പം ഒരു എ ഒരു ബി, അത് മതി. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം ഗൈസ്. ഈ എക്കും ഈ ബിക്കും ഇടയിൽ നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട് ഗൈസ്. ആർക്കും ഇടയിലാണ്, എക്കും ബിക്കും ഇടയിൽ ഒന്നാമത്തെ റെസിസ്റ്റൻസ്. അടിപൊളിയായിട്ട് അങ്ങോട്ട് വരെ. അവന്റെ പേര് R1. സൂപ്പർ. ഇനി അടുത്ത എക്കും ബിക്കും ഇടയിൽ, എക്കും ബിക്കും ഇടയിൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട് ഗൈസ്. R2. ആർക്കും ഇടയിൽ, എക്കും ബിക്കും ഇടയിൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2. അടിപൊളി. ഇനി മൂന്നാമത്തെ റെസിസ്റ്റൻസ് R3 ഇരിക്കുന്നതോ അതും എക്കും ബിക്കും ഇടയിൽ. സൂപ്പർ. എക്കും ബിക്കും ഇടയിൽ നമ്മുടെ മൂന്നാമത്തെ റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട് R3. ഇപ്പം പിടുത്തം കിട്ടിക്കാണും ഗൈസ്. ഈ 3 റെസിസ്റ്റേഴ്സും വന്നിരിക്കുന്നത് പാരലൽ കോമ്പിനേഷനിലാണ്. പാരലൽ കോമ്പിനേഷനിലാണെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യുക? 1/RAB = എന്ന് വെച്ചാൽ എക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി 1/R1 + 1/R2 + 1/R3. 3 പേരും പാരലൽ അല്ലേ? അപ്പൊ അതിന്റെ ഫോർമുല കൊടുത്താൽ മതി. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് നോഡൽ അനാലിസിസിന്റെ ബേസിക് സാധനം. എണീറ്റ് പോകരുത്. ഇതേ സെയിം കാര്യം നമുക്ക് ഇങ്ങോട്ട് കപ്പാസിറ്ററിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഗൈസ്. കപ്പാസിറ്ററിൽ നമ്മൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ജംഗ്ഷൻ അഥവാ നോഡ്. ഇവിടെ ഞാൻ 1 എന്ന് പേര് കൊടുക്കുകയാണ്. 1 എന്ന് പേര് കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള പേര് കൊടുത്തോ. ഇവിടെ ഞാൻ കൊടുത്തത് ഈ ജംഗ്ഷൻ 1 എന്ന് പേര് കൊടുത്തു ഗൈസ്. ഈ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ, അതായത് ഈ ബ്ലാക്ക് കളർ ഈ ലൈനിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ വേറെ കപ്പാസിറ്ററോ റെസിസ്റ്ററോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് എവിടെ അവസാനിക്കും അവിടെ ഞാൻ 1 എന്ന് പേര് കൊടുക്കണം. എങ്കിലേ ശരിയാവൂ. ഓക്കെ ആണല്ല? ഇനി കഴിഞ്ഞില്ല ഗൈസ്. ഈ 1ൽ നിന്ന് അടുത്ത ജംഗ്ഷൻ ഇതാണ്. ഇവിടെ പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ 1 എന്ന് പേര് കൊടുക്കില്ല. കാര്യം എന്താ? അതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് 2 എന്ന് പേര് കൊടുത്തു.
ഓക്കെ അല്ലേ? ഇനി ആ 2 എന്ന് പറയുന്ന ഈ നോഡിൽ നിന്ന് ദാണ്ടേ ഒരു മെറ്റൽ വയറിൽ കൂടി ഇങ്ങനെ വരുമ്പോ ഇവിടെ കപ്പാസിറ്റർ ഒന്നും ഇല്ലടേ. നോക്കണേ, കപ്പാസിറ്ററിൽ ഒന്നുമില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അവിടെയും 2 ആണെങ്കിൽ ഇവിടെയും 2 എന്ന് അങ്ങോട്ട് കൂടെ. അടിപൊളി ഗൈസ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഇവനെയാണ് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് 1 എന്ന് പറയുന്ന നോഡിലേക്ക് എത്തി. ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഗൈസ് 2 എന്ന് പറയുന്ന നോഡിലേക്ക് എത്തി. വേറെ നോഡുകളൊന്നുമില്ല, വേറെ പേരിലുള്ള വേറെ നോഡൊന്നുമില്ല. 1 2 1 2 ആകപ്പാടെ 1 2 ഉള്ളൂ. ഒരുപാട് 1 2 ഒന്നും എഴുതരുത്. ഇവിടെ എത്ര 1 2 വന്നാലും നമ്മൾ ഒരെണ്ണം ഒരു 2 ഇടാവൂ. ഓക്കെ ആണല്ലോ ഗൈസ്? ഇനി എന്താ ചെയ്യേണ്ടേ? 1നും 2നും ഇടയിൽ C1, 1നും 2നും ഇടയിൽ C1. C1 എടുത്ത് ടിക്ക് ചെയ്തതിലേക്ക് കൺഫ്യൂഷൻ ആവും. അടുത്ത 2നും 1നും ഇടയിൽ C2, 2നും 1നും ഇടയിൽ C2, 2നും 1നും ഇടയിൽ C2. അടിപൊളി. അതിനെയും നമ്മൾ എടുത്തു വെച്ചു ഗൈസ്. ടിക്ക് ചെയ്തു. അടുത്ത 1നും 2നും ഇടയിൽ C3, 1നും 2നും ഇടയിൽ ഗൈസ് C3. എല്ലാ കപ്പാസിറ്റേഴ്സുമായി എല്ലാ കപ്പാസിറ്റേഴ്സിനും എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവന്മാർ ഇവിടെ സീരീസ് കോമ്പിനേഷനിലല്ല, പാരലൽ കോമ്പിനേഷനിലാണ്. പാരലൽ കോമ്പിനേഷനിലാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ എക്കും ബിക്കും ഇവിടെയുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി എ ബി ഈക്വൽ ടു എന്തുവാണ് ചെയ്യേണ്ടത്? C1 പ്ലസ് C2 പ്ലസ് C3. ദാറ്റ് ഈസ് ഗൈസ്. ഈ നോഡൽ അനാലിസിസ് നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷനിലും കപ്പാസിറ്ററിന്റെ കോമ്പിനേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ബോർഡ് എക്സാമിനും അതുപോലെ എൻട്രൻസ് എക്സാമിനും നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാം. ആരും എണീറ്റ് പോകരുത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കണ്ട് പഠിച്ചിട്ട് വേണം എണീറ്റ് പോകാൻ. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സർക്യൂട്ടിൽ നോക്കിയേ, ഇവിടെ ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് 100 വോൾട്ട്. പിന്നെ കുറെ റെസിസ്റ്റൻസുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ റെസിസ്റ്റൻസുകൾ സീരീസ് ആണ് പാരലൽ ആണ് എനിക്കൊരു പിടുത്തമില്ല. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിൽ അപ്ലൈഡ് നോഡൽ അനാലിസിസ് ഗൈസ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ആരൊക്കെ സീരീസ് ആരൊക്കെ പാരലൽ ആണെന്ന് എന്തെങ്കിലും പിടുത്തം വേണം. എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഞാനിവിടെ ചെയ്യാൻ പോകുന്നു നോഡൽ അനാലിസിസ്. നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ആദ്യം ഞാൻ കാണുന്ന ജംഗ്ഷൻ. ആ ജംഗ്ഷന് ഞാൻ പേര് കൊടുക്കുന്നു ക്യാപിറ്റൽ എ. ഓക്കെ അല്ലേ? ഇനി അവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ദാണ്ടെ കാണുന്നു അടുത്തൊരു ജംഗ്ഷൻ. അതിനൊരിക്കലും ക്യാപിറ്റൽ എ എന്ന് പേര് കൊടുക്കില്ല. അതിന് ഞാൻ കൊടുക്കുന്നു ക്യാപിറ്റൽ ബി. കാരണം എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അടുത്ത നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ വന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ ബി. ഇനി ഈ ക്യാപിറ്റൽ ബിയിൽ നിന്നും അടുത്ത് ഞാൻ ട്രാവൽ ചെയ്ത് പോകുന്നതാണ് ഈ നോഡിലേക്കാണ്. ആ നോഡിൽ എത്തിച്ചേരുമ്പോൾ അതിന് ഞാൻ ഒരിക്കലും ക്യാപിറ്റൽ ബി എന്ന് എന്തായാലും പേര് കൊടുക്കില്ല. കാരണം ക്യാപിറ്റൽ ബിയിൽ നിന്നും 2 ഓം റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. സി. ഓക്കെ, ഈ സിയിൽ നിന്നും ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസും ഇല്ല, ഒന്നുമില്ലടേ, വെറും ഒരു മെറ്റൽ വയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ പേര് വേണം ഇവനും കൊടുക്കാൻ. ദാറ്റ് ഈസ് സി. ഓക്കെ അല്ലേ ഗൈസ്? അടിപൊളി. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഈ സർക്യൂട്ടിനെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഒന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ്. ആദ്യം ഒരു ബാറ്ററി എടുത്ത് വരയണേ. ആ ബാറ്ററിയുടെ പോസിറ്റീവ് കണ്ട, ബാറ്ററിയുടെ 100 വോൾട്ട് ബാറ്ററിയാണ്. 100 വോൾട്ട് ബാറ്ററിയുടെ ഈ പോസിറ്റീവിൽ നിന്നും അതാ പോകുന്നു 2 ഓം റെസിസ്റ്റൻസിലേക്ക്. പോസിറ്റീവിൽ നിന്നും ദാ പോകുന്നു 2 ഓം റെസിസ്റ്റൻസിലേക്ക്. 2 ഓം റെസിസ്റ്റൻസ് ഞാൻ വരച്ച് ഇത് ടിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വീണ്ടും എടുത്തോണ്ട് വരും. ഓക്കെ, ആ 2 ഓം റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഒരു നോഡിലേക്കാണ്. ആ നോഡിന്റെ പേരല്ലേ എ. യെസ് ഗൈസ്. ഇനി അടുത്തവിടെ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഒരു വയർ താണ്ട് ട്രാവൽ ചെയ്തെത്തി സി എന്ന് പറയുന്ന നോഡിലേക്കാണ്. അപ്പൊ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് നേരെ കണക്ഷൻ ഇങ്ങനെ പോയിട്ട് ദാണ്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് ഇത് സി എന്നങ്ങ് വിളിച്ചേക്കണം. ദാറ്റ് ഈസ് എ സി. ഓക്കെ അല്ലേ ഗൈസ്? എയും സിയും ആയി. അപ്പൊ ബി എന്ന് പറയുന്ന ഒരു നോഡ് കൂടിയാണ് ഈ ബാക്കിയുള്ളത്. എയും സിയും ആയെങ്കിൽ ബി എന്ന് പറയുന്ന ആ നോഡിന് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് വരച്ചു പോയി. ഇതാണ് ബി എന്ന് പറയുന്ന നോഡ് ഗൈസ്. ഐ തിങ്ക് എവറിത്തിങ് ഓക്കെ. എല്ലാ നോഡുകളും ഇതിന്റെ ഇടയിലായിട്ടുണ്ട്. ഇനി റെസിസ്റ്റേഴ്സിനെ പകപകാന്ന് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. എക്കും ബിക്കും ഇടയിൽ 2 ഓം റെസിസ്റ്റൻസ്. എക്കും ബിക്കും ഇടയിൽ ദാണ്ട ഇരിക്കുന്ന 2 ഓം റെസിസ്റ്റൻസ്. ഓക്കെ ഗൈസ്, കഴിഞ്ഞില്ല. എക്കും സിക്കും ഇടയിൽ 2 ഓം റെസിസ്റ്റൻസ്. ദാണ്ടെ എക്കും സിക്കും ഇടയിൽ 2 ഓം റെസിസ്റ്റൻസ്. അടിപൊളി. അതിനെങ്കിൽ ടിക്ക് അല്ലെങ്കിൽ അത് വീണ്ടും എടുത്തോണ്ട് വരും ഗൈസ്. ബിക്കും സിക്കും ഇടയിൽ 2 ഓം റെസിസ്റ്റൻസ്. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു സി ഉണ്ട്. ബിക്കും സിക്കും ഇടയിൽ വേറൊരു 2 ഓം റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ബിക്കും സിക്കും ഇടയിൽ 2 2 ഓം റെസിസ്റ്റൻസ് വരും. ബിയിൽ നിന്നൊരു കണക്ഷൻ മേലോട്ട്, സിയിൽ നിന്നൊരു കണക്ഷൻ മേലോട്ട്, അവിടെ അങ്ങോട്ട് വൈ ഒരു 2 ഓം റെസിസ്റ്റൻസ്. ഇനി അതിനങ്ങോട്ട് ടിക്ക്.
വേറെ ഉണ്ടേ എവിടെ ഈ 2 ഓം റെസിസ്റ്റൻസ് ഇരിക്കുന്നത് ആക്കും ഇടയില്ല, ബിക്കും സിക്കും ഇടയിലാണ്. ബിയിൽ നിന്നൊരു കണക്ഷൻ അപ്പോൾ താഴോട്ട്, സിയിൽ നിന്നൊരു കണക്ഷൻ താഴോട്ട്, അതിൻ്റെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചുകൂട് 2 ഓം റെസിസ്റ്റൻസ്. അവനെ ടിക്ക് എല്ലാവരെയും നമ്മൾ എടുത്തിരിക്കണം. ടിക്ക് നേരെ വീണില്ല, അവൻ്റെ ടിക്ക് കൂടി ഇടാം. ഓക്കെ, എല്ലാ റെസിസ്റ്റേഴ്സിനും ടിക്ക് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. നമ്മൾ എല്ലാവരെയും എടുത്ത് ഇങ്ങോട്ട് വച്ചു, എല്ലാവരെയും വച്ചു. ഗൈസ്, ഇനി നമുക്ക് ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടിട്ടേ കാര്യമുള്ളൂ. ദാണ്ട് ഇവിടെ നോക്കിക്കോ, ഈ രണ്ട് റെസിസ്റ്റേഴ്സും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ രണ്ട് റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1/R = 1/2 + 1/2 = 1. അപ്പോൾ മക്കളെ, ദാ യെല്ലോ കളറിലിരിക്കുന്ന ഈ ഉണ്ടയ്ക്ക് പകരം നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സെറ്റ് അല്ലേ? വീണ്ടും കഴിഞ്ഞില്ല. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എവിടെയുടെ ഒരു ബ്ലാക്ക് കളറിലൂടെ. ഓക്കെ, ദാ ഇത്രയും ഉള്ള റെസിസ്റ്റൻസ്, ബ്ലാക്ക് ഒന്നും വന്നില്ലല്ലോ, അതാ വന്നു ബ്ലാക്ക്. ഇത് ഇത്രയും റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള 2ഉം ഈ യെല്ലോ കളറിൽ നമുക്ക് കിട്ടിയ 1ഉം കൂടി ഗൈസ് 3 ഓം റെസിസ്റ്റൻസ് ആണ് ഗൈസ്. 3 ഓം റെസിസ്റ്റൻസ്. ആ 3 ഓമും അതിൻ്റെ മേളിൽ ഇരിക്കുന്ന 2 ഓമും പരസ്പരം എങ്ങനെയാ? പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ, ദാണ്ട് ഇവിടെ നോക്കിക്കോ, ഈ ബിഗ് സർക്കിൾ ഇടുകയാണേ. ഈ ബിഗ് സർക്കിൾ എന്ന് പറയുമ്പം ശ്രദ്ധിച്ചേക്കണം, 1/R = 1/2 + 1/3 ആയിരിക്കും. ദാ ഇവിടെ കിട്ടിയ 3 ഓമും പിന്നെ അതിൻ്റെ മേളിൽ ഇരിക്കുന്ന 2 ഓമും പരസ്പരം ഏത് കോമ്പിനേഷനിലാണ്? പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഇതിനെ അങ്ങോട്ട് സോൾവ് ചെയ്തെടുക്കണം. 1/R = എങ്ങനെ വരൂടാ? 5/6 എന്ന് കിട്ടുകയും അതേപോലെ R = 6/5 എന്ന് കിട്ടുകയാണ് ഗൈസ്. അപ്പോൾ ഈ R = 6/5 എന്താണെന്ന് ചോദിച്ചാൽ, ദാ ഈ ബിഗ് സർക്കിൾ, റെഡ് കളറിലിട്ടേക്കുന്ന സർക്കിളിന് പകരം നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടയിട്ട് പഠിപ്പിക്കുന്നത് ഗൈസ്. ഉണ്ടയിട്ട് തന്നെ എല്ലാവരും ചെയ്യുക ഗൈസ്. ഈ ഉണ്ടയ്ക്ക് പകരം നമ്മുടെ ഇപ്പോൾ റെസിസ്റ്റൻസ് 6/5. ആ 6/5ഉം ഈ 2ഉം പരസ്പരം എങ്ങനെയാണ്? സീരീസ് കോമ്പിനേഷൻ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസറിലോട്ട് അങ്ങോട്ട് എത്താൻ പോവാണ്. R = 2 + 6/5. അങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, അവിടെ ഈ 3 കയറി വരുന്നത് അങ്ങനെ പോകും അങ്ങോട്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഗൈസ് 16/5 ഓം ആണ്. അങ്ങനെ ഈ നോഡൽ അനാലിസിസ് മര്യാദയ്ക്ക് പഠിച്ചാൽ ഈ വരുന്ന ബോർഡ് എക്സാമുകൾക്കും പിന്നെ എൻട്രൻസ് എക്സാമുകൾക്കും നമ്മൾ കോമ്പിനേഷോ റെസിസ്റ്റൻസോ കോമ്പിനേഷോ കപ്പാസിറ്ററോ വെച്ച ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അടിപൊളിയായിട്ട് അങ്ങോട്ട് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അങ്ങോട്ട് ഷെയർ ചെയ്തോട്. ഓക്കെ അല്ലേ ഗൈസ്? ബൈ.